പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഞെട്ടിച്ചുകൊണ്ടുള്ള പുതിയ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ്. ഇനി എന്തൊക്കെ സംഭവിച്ചാലും കാര്യങ്ങൾ ഞാൻ വിചാരിച്ചതുപോലെ നടക്കുക തന്നെ ചെയ്യും. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഞാൻ എന്തായാലും കൺമണിയെ സ്വന്തമാക്കും. എടാ, ഇത്രമാത്രം നീ അവളെ ഇങ്ങനെ പൊക്കി പറയുന്നതിന് എന്ത് പ്രത്യേകതയാണോ ഉള്ളത്? കൃഷിന്റെ കൂട്ടുകാരൻ ചോദിച്ചിരിക്കുകയാണ്. നീ വിചാരിക്കുന്ന പോലെയല്ലടാ. അവൾ ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ച് വളരെ പ്രത്യേകതയുള്ള ഒരു പെൺകുട്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ഞാൻ നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലേ? അതിലൊന്നും ഒരു പെൺകുട്ടിയെ പറ്റി ഇത്രയധികം പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. അത് തന്നെയാണ് ഞാൻ നിന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്. എന്താണ് നീ അവളിൽ ഇത്ര പ്രത്യേകതയായി കാണുന്നത് എന്ന്? അവൾ തന്നെ ഒരു പ്രത്യേകതയാടാ. അവൾ എൻ്റെ കൂടെയുള്ളപ്പോൾ എനിക്ക് എന്തോ ഒരു പ്രത്യേക ഫീലാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കാര്യങ്ങൾ ഇത്രയധികം കൺസേൺ ചെയ്ത് ചെയ്യുന്നത്. എന്തായാലും എനിക്ക് അവളെ ഒന്ന് കാണണം, കൺമണിയെ. അതും ആ രാവണക്കോട്ടയിൽ പോയിട്ടോ? ദേവിജിയുടെ രാവണക്കോട്ടയൊക്കെ എനിക്ക് പുഷ്പം പോലെ പൊളിച്ചു കയറാൻ പറ്റുന്നതാ. നീ അതും വിചാരിച്ച് ചെല്ല്. ദേവിജി ആള് നീ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല. അയാളുടെ വീട്ടിൽ പോയി കാര്യങ്ങൾ ചെയ്യുക അത്ര നിസ്സാരമുള്ള കാര്യമൊന്നുമല്ല. നിന്നെ ആ വീടിനുള്ളിൽ ഈ സമയത്ത് കടത്തിയാൽ തന്നെ വളരെ വലിയൊരു കാര്യമെന്ന് ഞാൻ പറയാം. എനിക്ക് തോന്നുന്നില്ല നിന്നെ കടത്തുമെന്ന്. നമുക്ക് കാണാം. ഞാൻ എന്തായാലും എൻ്റെ പെണ്ണിനെ ഒന്ന് കണ്ടിട്ട് വരാം. ഞാൻ പോകുക. ശരി. ഇതോടെ രാത്രി എത്തിയിരിക്കുകയാണ് കൃഷ് വീട്ടിലേക്ക്. അപ്രതീക്ഷിതമായ ഈ കടന്നുവരവ് പുതിയ വഴിത്തിരിവുണ്ടാക്കുകയാണ്. കോളിംഗ് ബെല്ലിന്റെ സൗണ്ട് കേട്ട് കൺമണി വാതിൽ തുറക്കാൻ പോകുമ്പോൾ, നീ എവിടേക്കാ പോകുന്നത് കൺമണി? നീ തുറക്കേണ്ട ആവശ്യമില്ല. നീ അവിടെ നിൽക്ക്, ഞാൻ തുറക്കാം. അല്ല ദേവ്ജി, ഞാൻ തന്നെ തുറക്കാം. അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ നിനക്ക് എന്തെങ്കിലും ഈ വീട്ടിൽ വെച്ച് സംഭവിച്ചാലോ? അത് പാടില്ല. ഇവിടുത്തെ റെസ്പോൺസിബിലിറ്റി എല്ലാം ഞാനാണ് ഏറ്റെടുക്കുന്നത്. അതിൽ യാതൊരു സംശയവും വേണ്ട. നിന്നെ ആരെങ്കിലും വന്ന് തൊടണമെങ്കിൽ പോലും എൻ്റെ സമ്മതം വേണം ഇവിടെ. നീ ഇവിടെ നിൽക്ക്. ഇതേ തുടർന്നാണ് വാതിൽ പോയി ദേവ്ജി തുറക്കുന്നത്. ആ ദേവ്ജി പോട്ടെ എന്ന് പറഞ്ഞ് കൃഷു ഉള്ളിലേക്ക് പോകുമ്പോൾ, എടാ നീ എവിടേക്കാ പോകുന്നേ? എന്താ എന്താ പ്രശ്നം? അല്ല ദേവ്ജി, ഞാൻ കൺമണിയെ കാണാൻ വന്നതാ. ഈ നേരത്തോ? നീ അതിന് ഇപ്പൊ കാണാനൊന്നും പറ്റില്ല. നീ കാലത്ത് വാ, അപ്പൊ കാണാം. അല്ല ദേവ്ജി, ഞാൻ കുറച്ചു കാര്യം സംസാരിച്ചിട്ട് പൊക്കോളാം. എനിക്ക് കുറച്ച് ഓഫീസ് കാര്യങ്ങൾ പറയാനുണ്ട്. എന്ത് ഓഫീസ് കാര്യങ്ങൾ ഈ നേരത്ത്? ഓരോ ഓഫീസ് കാര്യവും നീ സംസാരിക്കണ്ട ഇപ്പോ. നീ സ്ഥലം വിടാൻ നോക്ക് കൃഷേ. ഇല്ല ദേവിജി, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് ഞാൻ വേഗം പൊക്കോളാം. അപ്പോഴേക്കും കൺമണി, കൃഷ് സാർ. കൺമണി, എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ നിനക്ക്? അല്ല ദേവിജി, ഇത്രയും എഫേർട്ട് എടുത്ത് വന്നതല്ലേ, ഞാനൊന്ന് കണ്ടേക്കാം. ഓഹോ ശരി എന്ന് പറഞ്ഞ് ദേവിജി പോകുമ്പോൾ, കൺമണി, ഞാൻ നിന്നെ കാണാനാ വന്നേ. എന്താ എന്താ കൃഷ് സാർ, എന്താ പറയാനുള്ളേ? അല്ല, ഒരു ഉമ്മ കിട്ടിയിരുന്നെങ്കിൽ. വേണ്ട കൺമണി, അവൻ ശരിയല്ല. അവനെ നീ സൂക്ഷിക്കുന്നതാ നല്ലത്. അവൻ നിന്നെ ചതിക്കും. ഇയാളെ ഞാൻ ഇന്ന് ഞാൻ ഇയാളെ കൊല്ലും. അല്ല കൃഷ് സാർ, ഇപ്പോ ഇവിടെ വെച്ച് ഒന്നും നടക്കില്ല. ഒന്നാമത് ദേവിജിയുണ്ട്, രണ്ടാമത്
ഈ ഉഡായിപ്പൊന്നും ഇപ്പൊ വേണ്ട. കൃഷ് സാർ ചെല്ലാൻ നോക്ക്. ആ അത് തന്നെയാ നല്ലത്. ഓ ഇയാള് ഉം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്ന കൃഷ് തിരികെ പോവുകയാണ് നിരാശയോടെ. അപ്പോഴേക്കും മറ്റാരും കാണാതെ വീണ്ടും കവിളതൊരു ഉമ്മ കൊടുക്കുകയാണ് കൺമണി. ഇതോടെ കൃഷിന് സന്തോഷമാകുന്നു. കൃഷ് അവിടെ നിന്ന് പോവുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.